ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ഈ ഒരു വിഷയമായിട്ട് ഒരുപാട് ആളുകൾ സംസാരിക്കുന്നതും കാണാം. ഒരുപാട് പ്രശ്നങ്ങളും ഇതിൽ കൂടിയിട്ട് കാണാം. എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ വീട്ടിലോ ഒരു കല്യാണം ഉണ്ടാകും. ആ കല്യാണത്തിൻ്റെ അന്ന് രാത്രി കുടുംബക്കാരും വേണ്ടപ്പെട്ട കുടുംബക്കാരും നമ്മുടെ വീട്ടുകാരും ഒത്തിട്ട് അവിടെ പാട്ടും കളിയും ഡാൻസും അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു സന്തോഷത്തിനുണ്ടാവും. കാരണം വെച്ചാൽ മറ്റുള്ള പുറത്തുള്ളവരെല്ലാം പോയതിന് ശേഷം നമ്മുടെ കുടുംബക്കാരും നമ്മുടെ വീട്ടുകാരും മാത്രമാണ് അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു സന്തോഷമല്ലേ എന്ന് പറഞ്ഞിട്ട് അന്നൊരു പാട്ടും കളിയും, രാത്രി ഉറക്കമുണ്ടാവില്ല, അങ്ങനെ എൻജോയ് ചെയ്ത് ഇരിക്കും. അപ്പോൾ അതിൽ നിന്നൊരു ചില ആളുകൾ എന്താക്കുമെന്ന് വെച്ചാൽ അതിനെ വീഡിയോ എടുത്തിട്ട് ഇതേ സന്തോഷത്തിനും വേണ്ടിയിട്ട് അവരുടെ സുഹൃത്തുക്കൾക്കും ആൾക്കാർക്കെല്ലാം അയച്ചു കൊടുക്കും. ഇന്നലെ എൻ്റെ കസിൻ്റെ ഒക്കെ ഒരു കല്യാണം ഉണ്ട്, അതിന് അടിപൊളിയായിരുന്നു. രാത്രിയത്തിൽ ഞങ്ങളെ ഡാൻസ് എല്ലാം ഇടിച്ച് പൊളിച്ച് ഞങ്ങൾ നിർത്തിയിട്ട്. അപ്പോൾ അവരെന്താക്കും, അതിനെ അങ്ങോട്ടേക്ക് ഫോർവേഡ് ചെയ്യും. ഇത് ലാസ്റ്റ് എത്തിപ്പെടുന്നത് ആരുടെ അടുത്തെന്നറിയോ? പണ്ഡിതന്മാരുടെ അടുത്ത്, ഉസ്താദന്മാരുടെ അടുത്താണ് ഈ വീഡിയോ എത്തിപ്പെടുന്നുള്ളത്. നമ്മളെന്ത് ചെയ്തത്, നമ്മുടെ വീട്ടിൽ നമ്മുടെ കുടുംബക്കാരും നമ്മൾ ഒത്തിട്ട് ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മൾ ഡാൻസും കാര്യങ്ങൾ ചെയ്തത്. അത് മറ്റുള്ളവർ കാണാനോ മറ്റുള്ളവരുടെ മുമ്പിലോ അല്ല, നമ്മുടെ വീട്ടിൽ അതിൽ നിന്നൊരു രസത്തിന് വേണ്ടിയിട്ടാണ് ആരെങ്കിലും ഒരാൾ വീഡിയോ എടുത്തിട്ട് ഈ ഫോർവേഡ് ചെയ്യുന്നത്. ഈ ഫോർവേഡ് ചെയ്തിട്ട് അവരവരെ ഗ്രൂപ്പിലേക്ക് ഇങ്ങനെ പോകും. അതിൽ നിന്ന് ഉസ്താദിൻ്റെ കൈകളിലേക്ക് എത്തിക്കൊടുത്തിട്ട് ഉസ്താദ് അതിനെ പറ്റിയിട്ട് പ്രസംഗിക്കും. ഈ അയച്ചു കൊടുത്ത ആൾ തന്നെ പറയും, ഉസ്താദേ ഇത് ചെയ്തത് തെറ്റല്ല, ഇത് ഹറാമല്ല, ഇതിങ്ങനെ ചെയ്യാൻ പാടില്ല, നമ്മളെ മുസൽമാന് ഇത് ഒരിക്കലും പാടില്ല. കല്യാണത്തിൻ്റെ ഒന്ന് രാത്രി പോക്കത്ത് രാത്രികളാക്കി മാറ്റുന്ന ചില ആളുകളുണ്ട്, DJ എന്നെല്ലാം പറഞ്ഞിട്ട് അവർക്ക് അയച്ചു കൊടുത്തിട്ട് ഉസ്താദന്മാരെ തിരികേറ്റും. ഈ ഉസ്താദന്മാർ ഈ കണ്ടൻറ്റും പിടിച്ചിട്ട് വരും. എന്താ ഒരു സംഭവം അല്ലേ? പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒന്ന് മനസ്സിലാക്കണം, നമ്മുടെ വീട്ടിൽ നമ്മളൊരു സന്തോഷത്തിന് വേണ്ടിയിട്ട് അന്ന് രാത്രി ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അത് നമ്മളൊരു സന്തോഷമാണ്. അന്ന് നമ്മൾ പാട്ടും പാടും ഇതെല്ലാം കളിക്കുന്നത് നമ്മളെ വീട്ടിൽ നമ്മളെ കുടുംബക്കാരുടെ അടുത്ത് നിന്നാണ് നമ്മൾ ചെയ്യുന്നുള്ളത്. ഇതറിയാണ്ട് നമ്മുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാരെന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോർവേഡ് ചെയ്ത് കൊടുത്തിട്ടാണ് ഇവരെ കയ്യിലേക്ക് എത്തിക്കുന്നത്. പാട്ടും ഇതൊന്നും നമ്മൾ വീട്ടിൽ നമ്മൾ ചെയ്യുന്നതില്ലേ, അത് നമ്മളൊരു സന്തോഷമാണ്. ഇതിനെ ഏറ്റുപിടിച്ചിട്ട് സംസാരിക്കേണ്ട ഒരു കാര്യമുണ്ടോ എന്നാണ് എൻ്റെ ഒരു സംശയം. എല്ലാവർക്കും അവരുടേതായ സന്തോഷമുണ്ടാവും. അതിൽപ്പെട്ടൊരു സന്തോഷമാണ് വീട്ടുകാരും കുടുംബക്കാരും മാത്രം ചെയ്യുന്നുള്ളത്. ഇതാണ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നുള്ളത്.